ക്രിസ്മസ് ദിനത്തിൽ അസമിലെ പാനിഗാവിലെ സ്കൂളിൽ ഉയർത്തിയ ക്രിസ്മസ് ട്രീ കത്തിച്ചു. കത്തിക്കാൻ വന്നവർ ജയ് ഹിന്ദു രാഷ്ട്ര, ജയ് ശ്രീറാം എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടേയിരുന്നു. ഉത്തർപ്രദേശിൽ മാത്രമല്ല, നമ്മുടെ ഗവർണറുടെ ആസ്ഥാനമായ തിരുവനന്തപുരത്തെ ലോക്ഭവനിലും ക്രിസ്മസ് ദിനം പ്രവൃത്തി ദിനമായി പ്രഖ്യാപിച്ചു. ആ ദിവസത്തിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി AB വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിച്ചു. വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അവധി നൽകിയല്ല, ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് എന്നത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇനി ആരും ക്രിസ്മസ് ആഘോഷിക്കേണ്ടതില്ല എന്നൊരു സന്ദേശമാണത്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ചെയ്യുന്ന കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ലോക്ഭവനിലെങ്കിലും ഗവർണർ നടപ്പാക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് കേവലം ക്രിസ്ത്യാനികളുടെ മാത്രം ആഘോഷമല്ല, ലോക നന്മയ്ക്കായി യേശു ക്രിസ്തു ജനിച്ചു എന്ന് കരുതുന്ന ദിവസമാണ്. ക്രൈസ്തവരുടെ രക്ഷയല്ല, ലോകരക്ഷയായിരുന്നു ക്രിസ്തുവിന്റെ ജന്മലക്ഷ്യം. ഈ ലോകത്തെ നയിക്കുന്ന ഏറ്റവും മഹത്തായ ആഘോഷങ്ങളിൽ ഒന്നാണ് ക്രിസ്മസ്. ആ ക്രിസ്മസ് ആഘോഷിക്കാതിരിക്കാൻ അക്രമങ്ങളും കൊള്ളിവയ്പ്പുകളും നടത്തുകയാണ്. മതപരിവർത്തനം എന്നാരോപിച്ച് വലിയ തോതിൽ ക്രൈസ്തവരെ ആക്രമിക്കുകയാണ്. ഇന്ത്യ കടന്നു പോകുന്ന ഏറ്റവും അസഹിഷ്ണുത നിറഞ്ഞ കാലമാണിതെന്ന് പറയാതെ വയ്യ. അപരമത വിദ്വേഷത്തിന്റെ അങ്ങേയറ്റത്തേക്ക് നമ്മുടെ രാജ്യം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ കാണിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഭയന്ന് ക്രിസ്മസ് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നവർ. മലയാള മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് ക്രിസ്മസ് ദിനത്തിൽ മുഖപ്രസംഗങ്ങൾ എഴുതേണ്ടി വന്നു. ഇത് ചിലരുടെ മാത്രം ഇന്ത്യയല്ലല്ലോ എന്നാണ് മലയാള മനോരമ മുഖപ്രസംഗത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഇത് തീവ്ര ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഇന്ത്യയല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഭരിക്കുന്നവരോട് എക്കാലത്തും വിധേയത്വം കാണിക്കുന്നു എന്ന വിമർശനം നേരിടുന്ന ദിനപത്രമാണ് മനോരമ. മാതൃഭൂമിയും BJPയോട് ചായ്വ് കാണിക്കുന്നുവെന്ന് വിമർശനം നേരിടുന്ന ദിനപത്രമാണ്. ഇവരെല്ലാം അതിശക്തമായ ഭാഷയിലാണ് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളെ അപലപിച്ചിരിക്കുന്നത്. അതും ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവർ അക്രമങ്ങൾ നേരിടാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. ഇക്കാലത്തൊക്കെ പാതി മൗനവും പാതി അഴകുഴഞ്ച നിലപാടും സ്വീകരിച്ചിരുന്നവരാണ് മുഖ്യധാരാ ദിനപത്രങ്ങൾ. ഭരിക്കുന്ന പാർട്ടിയെ വിമർശിക്കാനുള്ള ഭയം കൊണ്ട് മിണ്ടാതിരുന്നവരാണ്. ആ ഭയപ്പാടാണ് ഭരിക്കുന്നവരുടെ തണലിൽ നിൽക്കുന്ന സംഘടനകൾ മുതലാക്കിയത്. ശ്രീരാമസേനയും ഹനുമാൻ സേനയും ഒക്കെ മാത്രമല്ല, ഒട്ടുമിക്ക തീവ്ര ഹിന്ദു സംഘടനകളും ക്രിസ്മസിനെതിരെ രംഗത്തിറങ്ങി. ഇതുവരെ തീവ്ര ഹിന്ദു സംഘടനകളുടെ മാത്രം കാര്യമായിരുന്നില്ല. സംസ്ഥാന ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു മര്യാദയുണ്ട്. കേരളം പോലെ ക്രൈസ്തവർ ഇത്രയേറെ വസിക്കുന്ന സംസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ എല്ലാവർക്കും അവസരം നൽകുക എന്നതാണ് ആ മര്യാദ. അതിന് പകരം ക്രിസ്മസ് ദിനം വാജ്പേയി ദിനമായി തീരുമാനിക്കുന്നത് കൊടിയ അസഹിഷ്ണുതയാണ്. വാജ്പേയി ദിനം ആചരിക്കണമെങ്കിൽ തന്നെ അത് ക്രിസ്മസ് ആഘോഷം മുടക്കിക്കൊണ്ടാകരുത്. ഇത്രയും കാലം വാലന്റൈൻസ് ദിനം പോലുള്ള ആഘോഷങ്ങളെ തമസ്കരിക്കാനാണ് നീക്കം നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോ ക്രിസ്മസിനെ തന്നെ അവഗണിക്കാൻ ധൈര്യം വന്നിരിക്കുന്നു. പാലക്കാട് പുതുശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ കരാൾ സംഘത്തെ ആക്രമിച്ചു. ഹിന്ദു സംഘടനകൾ നടത്തുന്ന സ്കൂളുകളിൽ ക്രിസ്മസ് ദിനത്തിൽ വിദ്യാർത്ഥികളോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്ന സ്ഥിതി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. സ്കൂളുകളിലെത്തി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കാൻ മാത്രമല്ല നിർദ്ദേശിക്കുന്നത്, ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നു. കേക്ക് മുറിക്കുന്നത് നിഷിദ്ധമാണെന്ന് പറയുന്നു. നക്ഷത്രം തൂക്കാൻ പാടില്ലെന്ന് പറയുന്നു. ജബൽപൂരിലെ പള്ളിയിൽ കാഴ്ചശക്തിയില്ലാത്ത യുവതിയെ BJP നേതാവ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ക്രിസ്മസ് കാരൽ നടത്താനും ആഘോഷയാത്രകൾക്കുമൊക്കെ വിലക്കുകൾ വന്നിരിക്കുന്നു. സഭ നടത്തുന്ന സ്കൂളുകളിലും ആശുപത്രികളിലും അനാഥാലയങ്ങളിലും പോലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്ക് വരുന്നു. അസമിൽ സഭയുടെ സ്കൂളുകൾ ഉയർത്തിയ ക്രിസ്മസ് ട്രീയാണ് കത്തിച്ചു കളഞ്ഞത്. ബ്രിട്ടനിലെ ടെലഗ്രാഫ് ദിനപത്രം ക്രിസ്മസ് ദിനത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനം തന്നെ കാണുക. ഹിന്ദു എക്സ്ട്രീമിറ്റ്സ് ട്രൈ ടു ഷട്ട് ഡൗൺ ക്രിസ്മസ് ഇൻ ഇന്ത്യ എന്നാണ് ആ തലക്കെട്ട്. ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ ഇതിൽപ്പരം നാണക്കേട് വേറെയില്ല. തീവ്ര വലതുപക്ഷ സംഘടനകൾ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ ജീവിതം അപകടത്തിലാക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്ന സ്ഥലങ്ങളിൽ ഭയപ്പാടുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരെ രാജ്യമെങ്ങും അക്രമം നടക്കുന്നുണ്ടെന്നാണ് ആ ലേഖനത്തിലുള്ളത്. ഇവിടെ ഓരോ അതിക്രമവും ഉണ്ടാകുമ്പോഴും ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞ് അവഗണിക്കുകയാണ് പതിവ്. ഒരു ദിവസം ഡസൻ കണക്കിന് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒറ്റപ്പെട്ടത് എന്ന് മാറ്റി നിർത്താൻ കഴിയുക? അസമിൽ ക്രിസ്മസ് നക്ഷത്രങ്ങളും പുൽക്കൂടുകളും വിൽക്കുന്ന വഴിയോര കടകൾ അടിച്ചു തകർത്തത് ബജ്രംഗദൾ പ്രവർത്തകരാ. BJPക്കും RSSനും പങ്കില്ലെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ ഈ സംഘടനകളെ തിരുത്തണം,
അതല്ലെങ്കിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കണം. ഇത് രണ്ടും ചെയ്യാതെ കയ്യും കെട്ടി നിന്ന് ക്രിസ്മസ് ആഘോഷത്തെ അലങ്കോലമാക്കാൻ വിട്ടുകൊടുക്കരുത്. ക്രിസ്മസ് ഒക്കെ നമ്മുടെ ജീവിതക്രമത്തിന്റെ ഭാഗമായത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അതിനുണ്ടല്ലോ. ഡൽഹിയിൽ അക്ബറുടെ മുഗൾ ഭരണകാലത്ത് തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയവരാണ് നമ്മൾ. അക്ബറാണ് ക്രിസ്മസ് ആഘോഷത്തിന് പ്രോത്സാഹനം നൽകിയ ചക്രവർത്തി. എത്ര നൂറ്റാണ്ടുകളായി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ക്രിസ്മസ്. ദീപാവലിയും നവരാത്രിയും ഒക്കെ പോലെ തന്നെ നാടിന്റെ ആഘോഷമാണ് ക്രിസ്മസും. എത്രയെത്ര ക്രൈസ്തവ സ്ഥാപനങ്ങളാണ് ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിച്ച് ഇവിടെയുള്ളത്. ഡൽഹി സെയിന്റ് സ്റ്റീഫൻസും മുംബൈ സെയിന്റ് സേവിയേഴ്സും ചെന്നൈ ലയോളയും ഒക്കെ ലോകത്തിന് മുന്നിൽ തന്നെ തല ഉയർന്നു നിൽക്കുന്ന സ്ഥാപനങ്ങളല്ലേ. ഇവിടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവന അവഗണിച്ച് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ക്രിസ്മസ് വേണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം ക്രിസ്ത്യാനികളെയും വേണ്ട എന്നല്ലേ? ഇന്ത്യ പോലൊരു രാജ്യത്ത് ഹിന്ദു തീവ്രവാദികൾ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെയും RSS എന്ന സംഘടനയുടെയും പിന്തുണ കിട്ടുമെന്ന ഉറപ്പിലല്ലേ? ക്രിസ്മസ് ക്രിസ്ത്യാനികൾ മാത്രം ആഘോഷിക്കുന്ന ഒന്നല്ലെന്നേ. എല്ലാ മതവിഭാഗങ്ങൾക്കും ഒന്നിച്ചിറങ്ങി ആഘോഷിക്കാനുള്ള ദിവസമാണ്. ക്രിസ്മസ് ഇത്രയേറെ ഭയപ്പാടിൽ ആഘോഷിക്കേണ്ടി വന്നൊരു വർഷം ഇതിനു മുൻപുണ്ടായിട്ടില്ല. ഭയപ്പാടിൽ ചെയ്യുന്നതിനെ ആഘോഷിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. ചടങ്ങുകൾ നടത്തിക്കൂട്ടുക എന്നേ പറയാൻ കഴിയൂ. അതല്ലെങ്കിൽ ക്രിസ്മസ് ആചരിക്കാൻ നിർബന്ധിതരായി എന്ന് പറയാം. ക്രിസ്മസ് ഇങ്ങനെ ഒളിച്ചും പാത്തും ആഘോഷിക്കേണ്ട സംഭവമേ അല്ല. അതും കേരളത്തിന്റെ ഒക്കെ സംസ്കാരത്തിൽ എത്ര കണ്ട് അലിഞ്ഞു ചേർന്നതാണ് ക്രിസ്മസ് എന്നതിന് എത്ര ഉദാഹരണങ്ങളുണ്ട്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ധനുമാസത്തിൽ കുളിരും രാവിലെ എന്നാണ് നമ്മളൊക്കെ പാടുന്നതല്ലേ. ക്രിസ്മസിലേക്ക് ധനുമാസമൊക്കെ എത്ര സന്തോഷത്തോടെയാണ് കടന്നു വരുന്നത്. ധനുമാസത്തിൽ തിരുവാതിര മാത്രമല്ല ക്രിസ്മസും തകർത്താഘോഷിക്കേണ്ടതാണ്. അതിനു പകരം ഗോപ്യമായി പുൽക്കൂടൊരുക്കുകയും ഉണ്ണിയേശുവിനെ മറച്ചു വിൽക്കുകയും ക്രിസ്മസ് ട്രീ ആരും കാണാതെ ഒരുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അത്യന്തം ഖേദകരമല്ലേ? ഇത് എല്ലാവരുടെയും ആഘോഷമായി ഏറ്റെടുക്കുകയാണ് വേണ്ടത്. നാട്ടിലെ എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ തൂക്കിയാണ് ക്രിസ്മസിനെതിരായ ഭീഷണിയെ ഈ നാട് നേരിടേണ്ടത്. എല്ലാ മതവിഭാഗങ്ങളും അവരവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒരു നക്ഷത്രമെങ്കിലും തൂക്കിയാണ് ഈ തീവ്രവാദികൾക്ക് മറുപടി നൽകേണ്ടത്. നമ്മുടെ നാട് സമാധാന പ്രിയരുടേതാണ്. അവിടെ ഹിന്ദു തീവ്രവാദികൾക്ക് മനസ്സമാധാനം കളയാൻ അവസരം നൽകുകയും അരുത്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.